സാർ നിങ്ങൾ ഈ ശിവശക്തി ചൈതന്യം നമസ്കാരം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എത്ര കാലമായിട്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്ത് അനുഭവം ഈ ധ്യാനത്തിലൂടെ കിട്ടിയിട്ടുണ്ട്, അതിനൊന്ന് വിശദീകരിക്കാവോ? ഞാനൊരു റിട്ടയർഡ് പ്രൊഫസറാണ്. 2008 റിട്ടയർ ചെയ്തു. അപ്പോൾ ഞാൻ മംഗലാപുരത്തായിരുന്നു, കാനറ കോളേജിൽ. അത് കഴിഞ്ഞിട്ട് ശങ്കരൻ നമ്പൂരി എന്നാണ് എൻ്റെ പേര്. പിന്നെ ഞാൻ നീലേശ്വരത്താണ് എൻ്റെ വീട്. അത് കഴിഞ്ഞ് പിന്നെ അതിനു മുമ്പ് തന്നെ എനിക്ക് ധ്യാനമായിട്ട് കുറേ കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ ആദ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ മുമ്പ് എൻ്റെ സർവീസിലിരിക്കുമ്പോഴേ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ശ്രീ രവിശങ്കറിൻ്റെ പിന്നെ ഈ മെഡിറ്റേഷനിലും ഞാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതൊന്നും ഒരു കണ്ടിന്യൂറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സ്വാമി സൂര്യ ചാനൽ മെഡിറ്റേഷൻ ഗ്രൂപ്പിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതിപ്പോൾ ഞാനൊരു സുമാർ 2 വർഷമായിട്ട് ഐ ആം ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇറ്റ്. പക്ഷെ 1.5 വർഷമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇടയ്ക്ക് വെച്ച് പിന്നെ അതിന് മുമ്പ് എനിക്കൊരു പിന്നെ അറ്റാക്ക് വന്നിരുന്നു. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഞാൻ കുറച്ച് ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അതും കഴിഞ്ഞ് ഞാനിപ്പോൾ മെഡിറ്റേഷൻ സുന്ദരമായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സാധാരണഗതിയിൽ പോകുന്നുണ്ട്. ഡെയിലി എന്നും 5 മണിക്ക് എഴുന്നേക്കും, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യം ഞാൻ അലാറൊന്നും വെച്ചില്ലെങ്കിൽ ഞാൻ അറിയുന്നുണ്ട്, കൃത്യം ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ 6 മുതൽ 6:20 വരെ ഈ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ധ്യാനം ചെയ്യുന്നത്. അപ്പോൾ ഈ അതെ, ആ മന്ത്രസഹിതം ധ്യാനം ചെയ്യുന്നത് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ട്. അത് ശരി. ഈ 5 മുതൽ 6 വരെ നമ്മൾ നൃത്യം ചെയ്യുന്നത് ഫ്ലൂട്ട് മ്യൂസിക്. അതെ, അത് ഫ്ലൂട്ട് മ്യൂസിക്. അപ്പം നമ്മൾ അതിൽ മന്ത്രമൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ നമ്മൾ മാനസികമായിട്ട് ഉള്ളിലെ കൂടി മാനസികമായിട്ട് ചാൻഡ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് മന്ത്ര മെഡിറ്റേഷൻ ആയിരിക്കും കൂടുതൽ ഇഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നുന്ന അനുഭവം കൊണ്ട്. അത് ശരി. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും നിങ്ങളുടെ സോൾ എനർജി നല്ല ഇമ്പ്രൂവ് ആവുന്നുണ്ട്. നിങ്ങളിത് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നുണ്ട്. മറ്റുള്ളവരെ കൂടി ഇതിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ ചേർക്കാൻ ഞാൻ പലരോടും പറയാറുണ്ട്. പക്ഷേ പലർക്കും ഈ രാവിലെ 5 മണിക്ക് എഴുന്നേക്കെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊക്കെ ഒരു ബാക്കിങ്. കാരണം എല്ലാവരും ലേറ്റ് റൈസേഴ്സ് ആണ്, ഇപ്പോൾ ലേറ്റ് സ്ലീപ്പേഴ്സ്. പിന്നെ നമ്മൾ ഏകാദശിക്കും പ്രദോഷത്തിനും അതൊക്കെ വളരെ ഇഫക്റ്റീവ് ആണ്. നിത്യം രാത്രി 8 മുതൽ 9 വരെ 1 മണിക്കൂർ സ്പെഷ്യൽ ധ്യാനവും കൂടി ചെയ്യുന്നുണ്ട്. അതിലും താങ്കൾ? ഞാൻ അതിലും പങ്കെടുക്കാറുണ്ട്. ഞാൻ ഒരു മെഡിറ്റേഷൻ എല്ലാം സ്വാമിജിയുടെ എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും വിട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കൂടുതൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ വേദങ്ങളിലും ഉപനിഷത്തുകളും അതായത് ലളിതാ സഹസ്രനാമത്തിലും ഭഗവത്ഗീതയിലും കൊടുത്തിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ഈ ധ്യാനം. ഈ ഭഗവത്ഗീതയിലൊക്കെ പിന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം. അതെ, നമ്മളെ സ്വാധ്യായം. അതുപോലെ അപ്പോൾ നമ്മൾ അതൊക്കെ തികച്ചും കൊണ്ടുവരുന്നത്. നമ്മുടെ ഈ ധ്യാനത്തിലെ ഒരു പുതിയതായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പിതൃജനങ്ങളെ നമ്മളിത് കൊണ്ടുവന്നിട്ട് നമ്മൾ പിതൃക്കളെ ആരാധിക്കുന്നുണ്ട്. അതും വളരെ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഡെയിലി നമ്മൾ തർപ്പണമൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ആ തർപ്പണത്തിലിപ്പോൾ പിന്നെ ദേവന്മാർക്ക് ദേവാഗ്ന സർപ്പയാമി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഋഷികൾക്ക് ഋഷിഗണാഗ്ന സർപ്പയാമി ഋഷിക്ക്, അത് കഴിഞ്ഞ് പിന്നെ പിതൃഗണ ജനങ്ങൾ ചെയ്യും. പക്ഷെ നമ്മൾ പേര് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഏത് പിതൃക്കൾക്കാണ് ഈ ഉദ്ദേശിക്കുന്നത് നമ്മളത് ഇതിനകത്തൊരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് കൂടുതൽ അത് ഒരു എനർജി കിട്ടുന്ന ഒരു ലെവലിൽ നമ്മളത് അവരോടുള്ള ഒരു കടമ നമ്മൾ നിർവഹിച്ചതായിട്ട് നമുക്ക് തോന്നും. ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത് ബ്രഹ്മയജ്ഞമാണ്, അതായത് ഋഷി തർപ്പണം, ദേവഋഷി തർപ്പണം, അതാണ് നിങ്ങൾ ചെയ്യുന്നത് നിത്യം. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ പിതൃക്കൾക്കുള്ള, നമ്മൾ അവരെ മുഴുവൻ നമ്മൾ ആരാധിക്കുന്നുണ്ട് നമ്മുടെ ധ്യാനത്തിലൂടെ 6 മണി മുതൽ 6:20 അത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. ഓവറോൾ യു ആർ ഗെറ്റിംഗ് മാക്സിമം ബെനിഫിറ്റ്സ് ഓഫ് മൈൻഡ്. പിന്നെ നവഗ്രഹ ധ്യാനം അതും വളരെ നല്ല ഇഫക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കിത് ബാക്കിയുള്ളവരെ കൂടി, അതായത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ബാക്കിയുള്ളവരെ കൂടി അറിഞ്ഞ് ഓരോരുത്തരും പബ്ലിസിറ്റി ഒക്കെ കൊടുത്ത് ബാക്കിയുള്ളവരെ അറിഞ്ഞ്
വരികയാണെങ്കിൽ അവർക്ക് കൂടുതൽ ബെനിഫിഷ്യലായി തീരും. അതിന് യാതൊരു സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളത് പരമാവധി ഞങ്ങളുടെ യൂട്യൂബിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കൂടുതൽ കൂടുതൽ പ്രോഗ്രാം സ്വാമി സൂര്യ കൊടുക്കും. സ്വാമിജിയുടെ യൂട്യൂബ് എല്ലാ ഐറ്റംസും ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ഗായത്രി മന്ത്രജപം, അതിനെക്കുറിച്ച് അത് എങ്ങനെ ചൊല്ലണം, അത് നിർത്തി നമ്മൾ സ്ലോ ആയിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇഫക്റ്റീവായിട്ട് വരിക. ഓക്കെ സാർ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഇല്ല, വേറെ എനിക്ക് നന്നായിട്ട് തോന്നുന്നു. നല്ലൊരു തോന്നുന്നുണ്ടല്ലേ? ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.